ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കളർ പെൻസിൽ ഷെയ്ഡിങ്സിൻ്റെ ഫോർത്ത് പാർട്ടിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് താടി ഭാഗത്ത് ആ ഷെയ്ഡിങ്സൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം. ആദ്യമായി ഞാനിവിടെ ലൈറ്റ് സ്കിൻ കളേഴ്സ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ലൈറ്റ് പിങ്ക് കളർ ഞാനിവിടെ പിങ്ക് ഷെയ്ഡ് കൊടുക്കുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന ഡോംസിൻ്റെ 90 രൂപ വരുന്ന ഒരു കളർ പെൻസിൽ സെറ്റാണ്. ഞാൻ പിന്നെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ വൈറ്റ് പെൻസിൽസ് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ലൈറ്റായിട്ട്. പിന്നെ എവിടേക്കാണോ ഡാർക്ക്നെസ് ഉള്ളത് അത് നമ്മൾ നോക്കിയിട്ട് ബ്രൗൺ ഷെയ്ഡ്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഡാർക്ക് ബ്രൗൺ കുറച്ചുകൂടി ഒന്ന് ഡാർക്ക്നെസ് കയറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ലൈറ്റായിട്ട് ഞാനിവിടെ ബ്ലാക്ക് ഷെയ്ഡും ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ കവിൾ വശത്ത് കുറച്ച് പിങ്ക് ഷെയ്ഡ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ലൈറ്റ് പിങ്ക് കളർ ഞാനിവിടെ കളർ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഷെയ്ഡ് എന്നത് നിങ്ങൾ നോക്കുക. പിന്നെ അടിവശത്തെ താടി ഭാഗം ഞാനിവിടെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഞാനിവിടെ യൂസ് ചെയ്യുന്നു. ഈ സ്കിൻ ഷെയ്ഡിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്ന് സ്കിൻ കളർ, പിന്നെ ലൈറ്റ് ഓറഞ്ച്, ലൈറ്റ് ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ, പിന്നെ ലൈറ്റ് പിങ്ക് കളർ. ടോട്ടൽ ഇത്രയും ഷെയ്ഡ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡാർക്ക്നെസ് ആയിട്ട് ലൈറ്റായിട്ട് ഞാനിവിടെ ബ്ലാക്കും യൂസ് ചെയ്യും. താടി ഭാഗത്തെ ഫസ്റ്റ് ലെയർ ഞാനിവിടെ ലൈറ്റ് ബ്രൗൺ വെച്ച് അപ്ലൈ ചെയ്യുന്നു. ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ സ്കിൻ കളർ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി അതിന് മഡ്ജ് ചെയ്യുന്നു. പിന്നെ നമുക്ക് പല്ലിൻ്റെ ഭാഗത്തേക്ക് കിടക്കാം. പല്ലിൻ്റെ ഷേപ്സ് നമ്മൾ എങ്ങനെയാണോ ഉള്ളത്, റെഫറൻസ് പിക്കിൽ എങ്ങനെയാണോ ഉള്ളത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ബ്ലാക്ക് ഷെയ്ഡ്സ് വെച്ചിട്ട് നമ്മൾ ഓരോരോ പല്ലുകൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ലൈറ്റായിട്ട് ഞാനിവിടെ ലൈറ്റ് ബ്ലൂവും കൊടുക്കുന്നുണ്ട്. പിന്നെ താഴ്ഭാഗത്തെ ചുണ്ട് ഞാനിവിടെ ലൈറ്റ് പിങ്ക് കളർ ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. എവിടേക്കാണോ ലൈറ്റ്നെസ് ഉള്ളത് ആ പോർഷൻ അങ്ങനെ വിടുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ചുകൂടി പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ആ പിങ്ക് കളർ ഒന്നുകൂടി അപ്ലൈ ചെയ്യുന്നു. പിന്നെ ഞാൻ റെഡ് കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി ഡാർക്ക്നെസ് ഞാൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ റെഫറൻസ് പിക്കിൽ എങ്ങനെയാണോ ചുണ്ടിൻ്റെ ഷെയ്ഡിങ്സ് വരുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ ചെയ്യുന്നു. പിന്നെ ഞാൻ ബ്രൗൺ ഷെയ്ഡ് 2 കോർണറിലും ഞാൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു നല്ലൊരു റിയലിസ്റ്റിക് ലിപ്പിൻ്റെ ഒരു ലുക്ക് കിട്ടും. പിന്നെ എവിടേക്കാണോ ഡീറ്റെയിലിംഗ് ഉള്ളത് ആ വർക്കൊക്കെ ഞാനിവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്നു. പിന്നെ ഞാനിവിടെ സ്കിൻ ടോൺ വെച്ചിട്ട് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഞാനിവിടെ ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അധികം പ്രസ് ചെയ്യാതെ ലൈറ്റായിട്ട് വേണം നമ്മളിവിടെ ഷെയ്ഡിങ്സ് ചെയ്യാൻ. ലെയർ വൈസ് ലെയർ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ലുക്കാണ് നമുക്ക് ഫൈനൽ റിസൾട്ടായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ എന്തായാലും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.